ഹലോ ചുട്ടുമണികളെ, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇത് 24th വ്ളോഗാണ്. ഞാൻ 26th ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. രാവിലെ ഒരു 6 മണിക്ക് അവിടെ ചെന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് ബീച്ചിലായിരുന്നു. ബീച്ച് തീം, ഒരു ക്രിസ്മസ് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ സ്കൂട്ടറിലാണ് വന്നത്. ലാഷസൊക്കെ ഇളവി ആയിരുന്നു. അവിടെ ചെന്ന് ഒന്നുകൂടെ ഒട്ടിച്ചു. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അനിയൻ എവിടെ വന്നു ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഫ്രൂട്ട് സർബത്താണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഷിഫാന വന്നായിരുന്നു. എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് ഷിഫാന. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് NSS ഗീതം പഠിക്കാനുണ്ടായിരുന്നു. ക്യാമ്പ് വരാൻ പോവേലേ, വന്നിട്ട് അവൾ എനിക്ക് തട്ടമൊക്കെ ഇട്ട് തന്ന്. അത് ഒരു പ്രത്യേക തരം എപ്പോഴും നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്മയും കൂടെ മാമിയുടെ പ്രഗ്നൻസി കിറ്റിലത്തേക്കുള്ള സാധനങ്ങൾ അവരുടെ കൂടെ വാങ്ങാൻ പോയി, അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അവിടെ ചെന്നിട്ട് മാമി പിന്നെ ബസ്സിലാണ് വന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ മാമനും മാമിയും ഒക്കെ കൂടെ സ്കൂട്ടറിൽ പോവും. അട്ടക്കുളങ്ങര രാമേന്ദ്രയാണ് പോകുന്നത്. അതാണല്ലോ നമ്മുടെ മെയിൻ സ്ഥലം. ട്രിവാൻഡ്രംകാർക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാൻ പോകുന്ന സ്ഥലം അത് അട്ടക്കുളങ്ങര രാമേന്ദ്ര തന്നെയായിരിക്കും. ഇതാണ് മാമൻ്റെ മാമിയുടെ മോള് ലച്ചു. ഇനി വരാൻ പോകുന്നത് അടുത്ത വാവ, ഗേൾ ഓർ ബോയ്, നമുക്ക് ആരായാലും സന്തോഷമാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ മെറ്റേണിറ്റി സംഭവങ്ങളൊക്കെ കൊളാബ് ചെയ്യണമെങ്കിൽ എനിക്ക് അയച്ചു തരൂ. ഞാൻ ബാർട്ടർ കൊളാബറേഷനിൽ ചെയ്തു തരാം. അപ്പോൾ കുറച്ച് കുഞ്ഞുടുപ്പ്, പിന്നെ മറ്റേ റബ്ബർ ഷീറ്റിൽ കുളിപ്പിക്കുന്ന ഇതാണ് മാമി. മാമനെ കാണിക്കാൻ മാമൻ ഷൈ ആയിരുന്നു, അതുകൊണ്ട് മാമൻ ക്യാമറയിൽ വന്നില്ല. അങ്ങനെ ഞാൻ ലച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗേൾ ബോയ് വേണോ അതോ ബോയ് ഗേൾ ബേബി വേണോ ബോയ് ബേബി വേണോ എന്ന് ചോദിച്ച്. പിന്നെ ഇതൊക്കെ നോക്കിയായിരുന്നു, ഇതൊന്നും എടുത്തില്ല. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മൾക്കും ഇനി നമ്മളൊരു വാവേനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുമല്ല മാമിക്ക് നമുക്ക് വരാൻ പോകുന്ന വാവ നമ്മുടെ കുടുംബത്തിലൊരു അംഗമായതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. എപ്പോഴാണ് ഡേറ്റൊക്കെ ഇനിയെ ഉറപ്പിച്ച് വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സ് കണ്ട് ഇറ്റ് സ്റ്റോൾ മൈ ഹാർട്ട്. പക്ഷെ പൈസ ഇല്ല, അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് വന്നു. അങ്ങനെയെല്ലാം വാങ്ങിച്ചത് ഇറങ്ങി. ഈ വീഡിയോ കാണാൻ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്തോ ഒരു ചെറിയ സംഭവം ഇങ്ങനെ നടന്നു പോകുമ്പോലെ നല്ല രസമുണ്ടത്. ആക്ച്വലി ഞാനൊരു ടോൾ ഗേൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ക്യൂട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വച്ചിട്ട് പോയ കണ്ണാടി ഞാൻ മാമനും ലച്ചുവിനും വെച്ച് കൊടുത്തു നോക്കി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ ഉമ്മ.